അപ്പോൾ ഗൈസ് നമ്മളുള്ളത് ചൊക്കനയിലാണ്. ചൊക്കന ഇന്നലെ രാത്രി പോകുന്നതാണ്. ഇന്നലെ രാത്രി പോകുന്നപ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ. രാത്രി 1 മണി നേരത്തെ ഞങ്ങളിവിടെ എത്തിയത്. സംഭവം അടിപൊളി സെറ്റ് സ്ഥലമാണ്. ഈ വീട് കണ്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ അമ്മേൻ്റെ വീട് കേട്ടോ. ഇനി ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കുറേ കാണാൻ പറ്റിയ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുടിക്കണോ? അവിടെ കൂടുണ്ടോ? അപ്പൊ സൊഫാണ് കാണില്ലേ എല്ലാം ഒന്ന് നോക്കട്ടെ. വേണ്ട അത് മതി. അതും വേണ്ട. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് വരാമെന്നുള്ളൊരു പ്ലാനാണ്. അതുപോലെ വീട്ടിൽ കയറിണ്ട് കാണാൻ തന്നെ നല്ല രസമാട്ടോ. അങ്ങനെ പണ്ടത്തൊക്കെ കല്ല് വെച്ച് പടുത്തുണ്ടാക്കിയ സ്റ്റെപ്പ് വേണ്ടോ. ഒരു കുന്നിൻ്റെ ഒരു ചെരുവിലാണ് ഇവരെ വീട് കിടക്കുന്നത്. നല്ലൊരു വൈബ് ഏരിയ ആണ് കേട്ടോ കാണാൻ. നല്ല ഹായ് പറയൂ. ഹായ്. ഇത് നമ്മളെ വാച്ചർ ഇതാണ്. വാച്ചർ എന്താണ് മൂപ്പൻ്റെ പേര് അറിഞ്ഞോ? ആഷിഫ്. പിന്നെ ടീം ഫുള്ള് സെറ്റാണ്. ഇത് സെബിമോൻ അല്ലേ? കുണ്ടൈ എസ്റ്റേറ്റ് കാണാൻ തന്നെ നല്ല രസം കേട്ടോ. അതിൻ്റെ ഒരു കവറൊക്കെ കെട്ടി അങ്ങനെ നമ്മൾ നടക്കാൻ പോവാണ്. എന്താ റോഡ് നല്ല ഒരു സിംഗിൾ ലൈൻ റോഡാണ്. അടിപൊളി റബ്ബറൈസ്ഡ് റോഡാട്ടോ. ഒരു കാനന പാതയിലൂടെയുള്ള റോഡാണ്. ഇങ്ങനെ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ പോകും. അപ്പോൾ ടീമൊക്കെ ഫുൾ സെറ്റാണ്. പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ എടുത്തിക്കണില്ലേ? ഫുള്ള് ഒരു റബ്ബർ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ പാലപ്പുള്ളി ചൊക്കന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഏരിയക്ക് പറയുന്ന പേര്. അപ്പോൾ ഒക്കെയാണ് ഇവിടുത്തെ വൈബ് കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ. അവിടെ എന്തോ ഒരു പഴയ വീട് പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള
അയ്യോ അങ്ങനെ വന്ന് കണ്ടപ്പോഴൊരു അടിപൊളി തൂക്കുപാലം ഉണ്ട് കേട്ടോ. ആട്ടുപാലം. ഇത് ആട്ടിയാൽ ആടും, ആട്ടിയില്ലെങ്കിൽ ആടൂല. ഓ ഇതൊരു വലിയ ഡേഞ്ചർ കാലാണ്. അയ്യോ ഹലോ നേരെ കൂടി പോകാൻ തന്നെ പേടിച്ചിട്ടാ. എടാ ആട്ടല്ലടാ. അതോ സുഫാന ഇറങ്ങിക്ക. വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ ബ്യൂട്ടി. നമ്മളെന്തെങ്കിലുമൊക്കെ പറയണോ? ആ എക്സ്പ്രസ് നിർത്താൻ മതിയായിരുന്നു. കൊടും കാട്ടിലുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും അത് പറയണ്ട. ഏത് നിമിഷവും വീഴുന്നേക്കാരൻ പറയണ്ടേ. ആന വരുന്ന പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ആദരവായ മറ്റേ ആരാണ് റോഡൊക്കെ അതികഠിനമായ റോട്ടിലൂടെയാണ് നമ്മളെ യാത്ര. ബസ് സ്റ്റാൻഡ് ഏകദേശം ഭയങ്കര ഡേഞ്ചർ റോഡാട്ടോ. പക്ഷെ ഇതിന് മേലെ കയറി വേറെ വ്യൂ ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പോയി നോക്കാം. ഇതുണ്ടോ ഈ സൈഡ് കണ്ടോ പച്ചപ്പ്. മോനെ കൊണ്ടുപോയിട്ടോ. അങ്ങനെ ഞങ്ങളും എത്തി. ഇനി പോണോ? ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ എങ്ങാനും വണ്ടി പ്ലിങ് ആയാലേ പ്ലിങ് ആവട്ടോ. ഓരോരുത്തർ കൊണ്ടുപോയാൽ ഇതൊക്കെ കാണുന്നല്ലാണ്ട് ഇതല്ല പാമ്പ് റോട്ടിൽ കൂടെ എങ്ങാനും. വിഷ്വൽ ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടിയാണ്. ആക്സിസിനാണ് പോകണോ? നമ്മളെ വണ്ടി ആക്സസ് ആണ്, ആക്സസ് 125. അവിടെ നോക്കാം, ആ സൈഡ് ഫുള്ള് കോട മൂടി കിടക്കടാ. എന്തൊരു വൈകി. അപ്പോൾ അവിടെയൊക്കെ റബ്ബറും കാടാണ് ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടാ അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. വണ്ടി കുറച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചു. കാല് അതവിടെ അങ്ങോട്ട് അടുപ്പിക്കാൻ വണ്ടി നീങ്ങണം. മാരക വ്യൂ ആണ് ഗൈസ്. വേണ്ട ഫുൾ ഇതെന്താ ഫോറസ്റ്റ് ഏരിയ അല്ലടാ ഇതൊക്കെ? പൂരാ ഫോറസ്റ്റ് സബ് ഫോറസ്റ്റ് ഏരിയ. എന്താണ് ഹാരിസൺ പ്ലാന്റേഷൻ? ആ കുന്നൊക്കെ ഇതിന്റെ ബാക്കിന്നെ നമ്മുടെ ഈ പച്ചപ്പ് ഇത് കാടാട്ടാ. ഇത് ഫോറസ്റ്റ് ഏരിയ. ആ ഭാഗമൊക്കെ അതിൽ പെട്ടാണല്ലേ? അത് റീപ്ലാന്റ്, പിന്നെ റബ്ബർ മുറിച്ചിട്ട് പുതിയ തൈ വെച്ചാണ്. ആ ചെറുതല്ലേ, ആ തലക്കെ കണ്ട്. ആ ഏരിയയിലൊക്കെ ആന ഇറങ്ങലുണ്ടാവൂലേ? സുഫിയാൻ, ഷാമിൽ, ഡീഗോ സുഫാൻ, പിന്നെ എന്താ ഷെബി. ഒരായി പറഞ്ഞോ. ഇത് നമ്മളെ വാച്ചർ സുൽപ്പു. ഹെലിപാഡ് തോട്ടത്തിൽ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ വന്ന് ഇവിടെ മരുന്നടിക്കാൻ വേണ്ടി നിർത്തിയ സ്പോട്ടാണ്. അതാണ് ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തത്. മരങ്ങളൊന്നും ഇല്ലാണ്ട്
ആക്കിയിട്ടാണ് എൻ്റെ കാര്യം അതാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ ബാക്കി അവിടെ ഒരു കുഴി പോലെ ഉണ്ട്, അതിൻ്റെ ടാങ്ക് സാധനങ്ങളൊക്കെ ഇറക്കിയായിരുന്നു. ഹെലികോപ്റ്ററിൻ്റെ തന്നെ ഡീസൽ ടാങ്ക് കാര്യങ്ങളൊക്കെ അല്ലേ? ക്യാനുകൾ അങ്ങനെയാണ് ഇവിടെ ഒഴിഞ്ഞെടുക്കണ്ടല്ലേ മൊത്തത്തിൽ? ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, മരങ്ങളൊന്നും ഇല്ലാണ്ട്. അതുകൊണ്ട് അടിപൊളിയായില്ലേ ഇവിടെ കാണാൻ? ഒന്നുകൂടി നേരത്തിറങ്ങുകയാണെങ്കിൽ ഇവിടെ ശരിക്കും മൂടിയത് കാണായിരുന്നു. ഇതിപ്പോ മഴ പെയ്തൊന്ന് കുറച്ചൊന്ന് ടൈം കഴിഞ്ഞല്ലോ, അത് കാരണം ആ സൈഡ് വലിയ മലയാ കണ്ടോ ആ കണ്ടത് മൂടി നിൽക്കണം. അതാണ് അങ്ങോട്ട് പരീക്ഷകളെ ആ തലയിൽ ആ സാധനം ഇട്ട എന്താ മെച്ചം അറിയാം? ഉള്ള മഴ മൊത്തം ആ ഇതിമൊക്കെയുള്ളൂ. എന്നിട്ട് പിന്നെ വെള്ളം മൊത്തം വെള്ളം തലി. ഇതിൻ്റെ താഴെ കൂടെ ചെറിയൊരു ചോലൊക്കെ ഒഴിച്ചു കൊണ്ടിട്ടോ. ഈ റബ്ബറും കാടിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ചോല ഒഴിച്ചു പോകുന്നത്. നല്ലൊരു അടിപൊളി സ്പോട്ടാണത്. ചെറിയ ചോല ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു അരുവി പോലെ. കുറച്ചൊരു ഗ്രാമം ഉണ്ട് കേട്ടോ. ഗ്രാമം എന്ന് വെച്ചാൽ 2-3 വീടുകൾ, ഷെഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരിത്. ഇവിടുത്തെ ഒരു കുടിവെള്ളത്തിനായിട്ടുള്ള ടാങ്കാണ് കേട്ടോ. വലിയ 2 ടാങ്കൊക്കെ ഉണ്ട്. സുസ്ഥിര കൊടകര വികസന പദ്ധതി ട്രൈബൽ. അതൊരു എന്താണ് ട്രൈബൽ ഏരിയ ആണ്. ഇവിടെ എന്താ ഫോറസ്റ്റാ? ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് ഉണ്ടല്ലേ? പിന്നെ ഇവിടെ നാട് കയറി കഴിഞ്ഞാൽ ആദിവാസി ഉണ്ട്, അവിടെ പെർമിഷൻ ഇല്ല നാട് കയറാൻ. കൂടി നമുക്ക് എന്താണ് പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനത്തെ ട്രൈബൽസിൻ്റെ ഏരിയ ആണ്. അവിടേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വല്ലാണ്ട് അലൗഡ് അല്ല. നമുക്ക് പരിസ്ഥിതി തിന്നും. ഇവിടെ കുറച്ച് ചെറിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടോ, പഴയ വീടാണ്. അവിടെ ഒരു വീടുണ്ട്. നമുക്ക് ഇതിൽ കൂടി ഒന്ന് പോവാനുള്ളത് കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെയാണ് നമുക്ക് അങ്ങോട്ട് പോവാനുള്ളത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം. ഇവിടെ നല്ലൊരു വൈബ് ഏരിയ കേട്ടോ. ചെറിയൊരു പാലുണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ തോട് പോലെ എന്തോ ഒഴുകുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. അതോ കേട്ടോ, അടിയിൽ കൂടി ചെറിയ തോട് പോലെ എന്തോ ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് ചെറിയൊരു പുഴ പോലത്തെ ഒരു സംഭവത്തിലെത്തിയിട്ടുണ്ട്. സംഭവം തന്നെയാണത് ശരിക്കും. മോട്ടറാണ് കേട്ടോ. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ചെറിയ കയറൊക്കെ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഒരാളുണ്ട്, മൂപ്പരോട് ചോദിച്ചു നോക്കാം. അതിൻ്റെ ഒരു സ്കെയില് പോലെ ഒരു പോസ്റ്റൊക്കെ വെത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു കയറ് കൊടുത്തുകയാണ്. ഇത് അങ്ങോട്ട് എന്തോ കൊണ്ടുപോകാനോ സംഭവം തോന്നുന്നു കേട്ടോ. സംഭവം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെ അറിയില്ലേ? അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും. അവിടെ കയറ് കിട്ടിക്കണല്ലേ? കൂടെ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ. ഇത് കണ്ട കപ്പിയുണ്ട്, അങ്ങനെ വലിയ ഇങ്ങനെ പൊക്കും.
ഇതെന്താ അണ്ടർ ഹൈഡ്രോളജി സെക്ഷൻ ചാലക്കുടി. ഇതൊക്കെ വെള്ളത്തിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ. ആ ചേട്ടൻ വന്നതും വലിയൊരു വട്ടം കൊണ്ടാള് കുഞ്ഞു മനുഷ്യന്മാർ ബാക്കി പറയുന്നുണ്ട്. മാച്ച് മുഖത്തോടെ തിരിച്ചു നടക്കുന്നുണ്ട്. ഓ അവന് എൻ്റെ ഇവിടുത്തെ കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ താഴെയുള്ള ചോഴാന്ന് പറയും, ചോലാന്ന് പറയും. അല്ല നമ്മളിപ്പോ മറ്റേ ബ്രിട്ടീഷുകാരെ ട്രാമ്പയുടെ ഒരു പാർട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വരുമ്പോ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. പോയി നോക്കാം. ഈ റബ്ബറും തോട്ടം ഫുള്ള് കയറേണ്ടി വരും അല്ലേ? നല്ല കാറ്റ് വീശിയിട്ടാ ആകെ ഇങ്ങോട്ടും ഫുള്ള് മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആട്ടാടുണ്ട്. അങ്ങനെ ഈ റബ്ബറും കാട് കയറിയിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തേക്കൊക്കെ എത്താൻ കേട്ടോ. കയറി നോക്കാം. കുറേ കാലമായി അങ്ങനത്തെ കുന്നുമലയൊക്കെ ഒന്ന് കയറിയിട്ട്. അവിടെ ചെറിയ ഷെഡൊക്കെ ഉണ്ട് കേട്ടോ. അത് സംഭവം കണ്ടിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റബ്ബർ വെട്ടാവുന്ന ആൾക്കാരെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആന ഇറങ്ങുന്ന ഒരു ഏരിയ എന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം മുമ്പൊക്കെ ഇവിടെ നല്ല ആനകളുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ വന്നൊന്നേ നമുക്ക് വലിയ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ പോണ വഴിക്ക് അങ്ങനെ ഈ റബ്ബറും കാട്ടിനുള്ളിൽ കുറേ അങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു ബ്രിട്ടീഷുകാർ പണിത ഒരു റെയിൽവേൻ്റെ പാലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ റെയിൽവേൻ്റെ ചെറിയ ട്രാക്കും ഉണ്ട്, പിന്നെ ഒരു പാലം പോലെയൊക്കെയാണ്. പിന്നെ തൊട്ടടുത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമല്ല, ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അതിൻ്റെ എത്ര കാലപ്പഴക്കമുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതാണ്. ഇതിൽ ഇരുമ്പ് ഇപ്പോഴും കേട്ടോ, ഇതിനൊന്നും ഒരു യാതൊരു കേടുപാടും പറ്റിയിട്ടില്ല. അതല്ല കേട്ടോ, 1950 പണി കഴിപ്പിച്ച പാലമാണ്. അവിടെ ചെറിയൊരു പലതുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 38 നേടിക്കുന്നു. 1950. ആ റെയിൽവേൻ്റെ അല്ലേ? ഇതൊക്കെ വെറും കേടന്ന് പോയി. കേടന്ന് പോവാന്നാണ് പറഞ്ഞത്. കേടന്ന് പോയി എന്നല്ല, പോകുന്നു. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ്. തുരങ്കോ? അത് ശരിക്ക് മറ്റേ നിലമ്പൂർക്കൊക്കെ പോണ റൂട്ടിൻ്റെ വരുന്നല്ലോ. നിലമ്പൂർ നമ്മളെ അങ്ങാടിപ്പുറത്തുനിന്നേ നിലമ്പൂർ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലൊക്കെ സെറ്റപ്പുള്ള സ്ഥലങ്ങളുണ്ട്. തള്ളി മറിച്ചാൽ നമ്മുടെ സൊഫാനുണ്ട്, ജേഴ്സി നമ്പർ 11 സെൻറ്റർ ബാക്ക്. ഇവിടെ റോഡ് ഇതുപോലെ റോഡായി മാറിയിട്ടുണ്ട്. വണ്ടികൾ വന്ന് കണ്ടേ, വണ്ടികളെന്ന് വെച്ചാൽ 4x4 അങ്ങനത്തെ വലിയ വണ്ടി. അവിടെ ചോല പോകണ്ട അടി കൂടെ, റബ്ബറും പാടത്തിനും അടി കൂടെ ചോല ഒഴുകണൊരു അതികഠിനമായ വലിയൊരു പുഴ നമുക്ക് മുറിച്ച് കിടക്കുന്നുണ്ട് ഗൈസ്. നാരക ഒഴുക്കുള്ള പുഴയിലൂടെയാണ് നമ്മൾ നടത്തം.
അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു അടിപൊളി സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആട്ടോ അവിടെ. എന്താ നല്ല കുത്തൊഴുകായിട്ട് വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. ഇത് ഈ ചോലൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരം പിടിച്ച് പോയി നോക്കാം കേട്ടോ. ഈ മരത്തുമ്പോൾ കണ്ടോ ചെറിയൊരു ഇങ്ങനെ കയറ് പോലെ കിട്ടുന്നുണ്ട്. കയറല്ല, അത് മരത്തിൻ്റെ വള്ളിയാണ്. ഇത് ശരിക്കും ഇതിന് മുകളിൽ ഫാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ വള്ളി കേട്ടോ. അതിന്മേൽ പൊട്ടി പിടിച്ച് കയറും ഇവിടുത്തെ ആദിവാസികളോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അതിനുമായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുളി കഴിഞ്ഞിട്ട് എന്തത് നമ്മളെ നാട്ടിലെ പൊന്നാമ എന്നൊക്കെ പറയും. ആ പൊന്നാമ അത് പാറിപ്പോയി. ഫുള്ള് വള്ളിച്ചെടി കേട്ടോ. വള്ളിച്ചെടിയാണ് കണ്ടന്നെ പൂണ്ട് ശരിക്കും നോക്കില്ലാന്നുണ്ടെങ്കിൽ മുന്തി കുത്തി താഴെ പോയി. ഇതാരാ ജയന തലീകെട്ട കെട്ടിക്കണ്ട്. ഞാൻ അടുത്തൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഇനി മുറിച്ച് കിടക്കണം കേട്ടോ. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഫുള്ള് ഒന്നും പറയാനില്ല, ഇടില സ്ഥലം. ആ ചാട്ടൻ ഞാൻ ചാടിയ ശരിയല്ല. നീ പോയ ഈ തോട് മുറിച്ചെടുക്കണത് വേറെ ടാസ്കാ. ചേറിൽ പൂണ്ട ജീവിതം. അങ്ങോട്ട് ചാടണ്ട, അവിടെ മറ്റേ വലിയ ഓവുണ്ട്, വലിച്ചെടുത്തിട്ട് പോകും.
പെയ്ത് കഴിഞ്ഞാലേ പെട്ടെന്ന് വെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ നമ്മ അറിയില്ല. ഇപ്പൊ തന്നെ വെള്ളം ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്ന് എടുക്കെടുത്ത് പോകുള്ളൂ. ചിലപ്പോൾ കാണുന്ന പാറടക്കം തന്നെ അത്യാവശ്യം ഉണ്ട്. എവിടേക്ക് പോണ്ടേ? ഇനി തെന്നു കാരണം എനിക്ക് കാലുകൊണ്ട് വലിയൊരു അതെ ഇവിടെ ആനുണ്ടോ? ആന ഇന്നലെ ഉണ്ടായി. ഇന്നലെ ഒരു നാലെണ്ണുണ്ടായി. ഇത് വട്ടക്കുന്നത്ത് ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. രാവിലെ അവിടെ ഉണ്ടായിരുന്നു പച്ചക്കാട്ട് കയറ്റിയെന്ന്. അതെ അപ്പോൾ ഫോറസ്റ്റിലുണ്ട്. അപ്പം ഇവിടെ രാത്രി ആകുമ്പോൾ ഇറങ്ങും, ഉച്ചരി നേരം കഴിയുമ്പോൾ ഇറങ്ങും, 2 മണിയാകുമ്പോൾ ഇറങ്ങും. ഒന്ന് യോഗം ഉണ്ടാകും. മലപ്പുറം എവിടെ? മലപ്പുറം ടൗണിനടുത്ത് തന്നെ. കാണില്ലല്ലോ മാനൊന്നും. പുലി ഇറങ്ങലുണ്ടോ അവിടെ? പുലിയൊന്നുമില്ല. പുള്ളിയോ കയ്യപ്പേര് അവിടെ ഉണ്ട്. വരാനൊക്കെയുണ്ട്. വരാനൊക്കെ ഓഫ് റോഡ്. ഇതാ ഓഫ് റോഡ്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഇവരമ്മായിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നാട്ടിലേക്ക് തിരിക്കാനുള്ള പരിപാടിയാണ്. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ വരും വരെ
ഗുഡ് ബൈ.